വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് സഹോദരി ഭർത്താവ് ബെന്നി തോമസ് രാജിവെച്ച സംഭവം കേവലം ഒരു ബന്ധുനിയമന വിവാദ ഒതുക്കലല്ല, മറിച്ച് കോൺഗ്രസിനുള്ളിലെ വലിയൊരു അധികാര പോരിന്റെയും കണക്കുതീർക്കലിന്റെയും തുടക്കമാണെന്ന വിലയിരുത്തലുകൾ ശക്തമാകുന്നു. ഉപരിപ്ലവമായി ഇതൊരു ധാർമ്മിക രാജിയായി ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇതിനു പിന്നിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകളുണ്ടെന്നാണ് KPCC കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിശ്വസനീയമായ വിവരം. കഴിഞ്ഞ ദിവസം KPCCയിൽ നടന്ന ചർച്ചകളിലും ഈ വിഷയം സജീവമായി ഉയർന്നു വന്നിരുന്നു. ബേറൻസും സദാചാരവും പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിനു മുന്നിൽ സണ്ണി ജോസഫിന്റെ അളിയന്റെ നിയമനം വലിയൊരു ആയുധമായി മാറിയത് യാദൃശ്ചികമല്ല. നിയമനത്തിൽ കുഴപ്പമില്ലെന്നായിരുന്നു സണ്ണി വക്കീൽ എന്നറിയപ്പെടുന്ന മന്ത്രിയുടെ വാദമെങ്കിലും ഹൈക്കമാൻഡിൽ നിന്ന് അളിയൻ വേണ്ട എന്ന കടുത്ത നിർദ്ദേശം വരികയായിരുന്നു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ബന്ധുനിയമനങ്ങളെയും പേഴ്സണൽ സ്റ്റാഫ് രാഷ്ട്രീയത്തെയും നഖശികാന്തം എതിർത്ത UDFന് സ്വന്തം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടി തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് ഹൈക്കമാൻഡ് അടിയന്തരമായി ഇടപെട്ടത്. എന്നാൽ ഈ രാജിക്ക് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ കാരണം തിരയുമ്പോഴാണ് ഇരിക്കൂർ മണ്ഡലവും KC വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹങ്ങളും തമ്മിലുള്ള ബന്ധം പുറത്തുവരുന്നത്. സംസ്ഥാന ഭരണത്തിന്റെ അമരത്തേക്ക് KC വേണുഗോപാൽ എത്തണമെന്ന ആഗ്രഹം ഹൈക്കമാൻഡിനുണ്ടായിരുന്നു. ഇതിനായി KCക്ക് മത്സരിക്കാൻ സുരക്ഷിതമായ ഒരു മണ്ഡലം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇരിക്കൂറിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ KC വേണുഗോപാൽ ജയിക്കുമോ എന്ന് ഹൈക്കമാൻഡ് നേരിട്ട് KPCC പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫിനോട് ആരാഞ്ഞത്. പക്ഷേ ഹൈക്കമാൻഡിന്റെ ഈ നീക്കത്തിന് സണ്ണി ജോസഫ് നൽകിയ മറുപടിയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നാടകങ്ങളുടെ മൂലകാരണം. ഇരിക്കൂറിൽ KCയുടെ വിജയസാധ്യതയിൽ സണ്ണി ജോസഫ് പരസ്യമായി തന്നെ സംശയം പ്രകടിപ്പിച്ചു. കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രാദേശിക സമവാക്യങ്ങളും ചൂണ്ടിക്കാട്ടി സണ്ണി ജോസഫ് കൈമലർത്തിയതോടെ KC വേണുഗോപാലിന് കേരള മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള വഴിക്ക് താൽക്കാലികമായി തടസ്സം നേരിടുകയായിരുന്നു. ഈ വിലയിരുത്തലാണ് പിന്നീട് KCയെ ചൊടിപ്പിച്ചത്. തന്റെ മുഖ്യമന്ത്രി മോഹങ്ങൾക്ക് തടസ്സം നിന്ന സണ്ണി ജോസഫിനുള്ള പണി എന്ന നിലയിലാണ് അളിയന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം KC വേണുഗോപാൽ കൃത്യമായി ഉപയോഗിച്ചതെന്നാണ് സൂചന. രാഷ്ട്രീയമായി ഉമ്മൻചാണ്ടിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ പിൻഗാമിയാകാൻ ശ്രമിക്കുന്ന KC തനിക്കെതിരെ നിൽക്കുന്നവരെ ഒതുക്കാൻ ഡൽഹിയിലെ തന്റെ സ്വാധീനം എത്രത്തോളം ശക്തമാണെന്ന് ഈ നടപടിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. സണ്ണി വക്കീലിന്റെ പ്രതിരോധങ്ങളെല്ലാം ഹൈക്കമാൻഡിന്റെ കടുംപിടുത്തത്തിന് മുന്നിൽ തകരുകയായിരുന്നു. നേരത്തെ KPCC അധ്യക്ഷന് വൈദ്യുതി വകുപ്പിലേക്ക് പോകേണ്ടി വന്നതും KCയുടെ ഇടപെടൽ കാരണമായിരുന്നു. മുഖ്യമന്ത്രി VD സതീശന് ബെന്നി തോമസ് രാജിക്കത്ത് കൈമാറിയതോടെ ഈ അധ്യായം അടഞ്ഞുവെന്ന് കരുതാമെങ്കിലും കോൺഗ്രസ് മന്ത്രിസഭയ്ക്കുള്ളിൽ ഇതൊരു പുതിയ നിയന്ത്രണ രേഖയുടെ തുടക്കമാണ്. ഇനി മുതൽ എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ ഹൈക്കമാൻഡ് അതീവ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഗ്രൂപ്പ് താൽപര്യങ്ങളോ സ്വന്തക്കാരെയോ തിരുത്തിക്കയറ്റാൻ മന്ത്രിമാർക്ക് ഇനി അത്ര എളുപ്പമാകില്ലെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ നിയമിക്കാൻ പോകുന്ന പേഴ്സണൽ സ്റ്റാഫുകളുടെ കാര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്താൻ പോകുന്നത്. പുതിയതായി പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരുന്ന ഓരോരുത്തരുടെയും പേര് വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കപ്പെടും. ഇതിനെല്ലാം ഉപരിയായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പച്ചക്കൊടി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി കോൺഗ്രസ് മന്ത്രിമാരുടെ സ്റ്റാഫിൽ ആർക്കും ഇടം ലഭിക്കൂ എന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. സംസ്ഥാന ഭരണത്തിലും പാർട്ടിയിലും ഒരേ സമയം പിടിമുറുക്കാനുള്ള KCയുടെ തന്ത്രപരമായ നീക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. മുഖ്യമന്ത്രി പദവിയിലേക്ക് നേരിട്ടെത്താൻ സാധിച്ചില്ലെങ്കിലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളിൽ വരെ തന്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ മന്ത്രിസഭയുടെ നിയന്ത്രണം പരോക്ഷമായി തന്റെ കൈകളിലാക്കുക എന്ന ലക്ഷ്യമാണ് KC വേണുഗോപാലിനുള്ളത്. ഇത് സതീശൻ മന്ത്രിസഭയുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്ക് മേലുള്ള ഹൈക്കമാൻഡ് കടന്നുകയറ്റമായും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി കൂടിയായ ബെന്നി തോമസിന്റെ രാജി കണ്ണൂർ കോൺഗ്രസിലും വലിയ ചലനങ്ങളുണ്ടാക്കും. ഉമ്മൻചാണ്ടി ഗ്രൂപ്പിന്റെയും K കരുണാകരൻ ഗ്രൂപ്പിന്റെയും പഴയ തട്ടകമായിരുന്ന കണ്ണൂരിൽ KCയുടെ ഈ വാളെടുക്കൽ ഗ്രൂപ്പ് സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയണം. സണ്ണി ജോസഫിനെ പോലൊരു മുതിർന്ന നേതാവിനെ സ്വന്തം ജില്ലയിൽ വെച്ച് തന്നെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞത് KC പക്ഷത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ബെന്നി തോമസിന്റെ രാജി വെറും ഒരു ഭരണപരമായ തിരുത്തലല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ആഭ്യന്തര കലഹത്തിന്റെയോ അല്ലെങ്കിൽ പൂർണ്ണമായ കീഴ്പ്പെടലിന്റെയോ സൂചനയാണ്. മുഖ്യമന്ത്രി പദവി നിഷേധിച്ചവരോട് ഡൽഹിയിലിരുന്ന് KC വേണുഗോപാൽ കണക്ക് തീർക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് മന്ത്രിസഭയ്ക്കുള്ളിൽ KCയുടെ നിഴൽ യുദ്ധങ്ങൾ ഇനിയും മുറുകുമെന്നുറപ്പാണ്.